ഹായ് ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് എപ്പിസോഡ് 8, അതായത് സൺഡേ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാനായിട്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് തുടങ്ങാമല്ലേ. ആദ്യം തന്നെ ലാലേട്ടൻ വന്നു നമ്മുടെ ഓഡിയൻസിനോട് പറയണേ, ഇപ്രാവശ്യം വളരെയധികം പ്രത്യേകത നിറഞ്ഞ സീസണാണ്. പരാതിപ്പെട്ടി എന്ന് പറഞ്ഞൊരു ഇത് വെച്ചപ്പോൾ ഇത്രയും അധികം പരാതി കിട്ടുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ ഇൻട്രാക്ട് ചെയ്ത് നമ്മുടെ ഹൗസിലേക്ക് പോവുകയാണ്. ഹൗസിലേക്ക് പോയിട്ട് നമ്മുടെ കണ്ടസ്റ്റൻറ്റിനോട് എന്താ പറയുന്നത് വെച്ചാൽ വെൽക്കം ഒക്കെ പറഞ്ഞു. ഓക്കെ, അവൾ വന്നിട്ട് അവരോട് സ്റ്റാർട്ടിങ് തന്നെ പറയുകയാണ്, ഹൗസ് മേറ്റ്സിനോട് ലാലേട്ടൻ പറയണേ, ഈ സീസൺ വളരെ പ്രത്യേകത നടക്കുന്ന സീസണാണ്. എന്താണെന്ന് വെച്ചാൽ അവസാനം നടക്കുന്ന നോമിനേഷനെല്ലാം ഇപ്പം നടക്കാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നോമിനേഷനിൽ 11 എണീപ്പിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് നിവിനോട് ഫസ്റ്റ് ചോദിക്കുന്നുണ്ട്, എന്താ നിവിൻ പോവാൻ റെഡിയാണോ, എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട്, ഇല്ല ലാലേട്ടാ, ഞാനിപ്പോൾ പോയാൽ ഇവരുടെയൊക്കെ മാനസിക നില തെറ്റും, അതുകൊണ്ട് എനിക്കിപ്പോൾ പോകാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അത് അവിടെയുള്ള ഹൗസ് മേറ്റ്സ് അല്ല തീരുമാനിക്കേണ്ടത്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിവിൻ പറയുന്നുണ്ട്, ഇല്ല ലാലേട്ട, എനിക്ക് ലാലേട്ടനെ വിശ്വാസമാണ്, എന്തായാലും ഞാനിപ്പോൾ പോവില്ല എന്ന് ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നത്, എനിക്ക് എന്നെ വിശ്വാസമില്ല, അപ്പോഴാണ് നിനക്ക് എന്നെ വിശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ, എന്താ ഇപ്പോൾ പോവും, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉറപ്പില്ല, എന്താണ് പ്രേക്ഷകർ തീരുമാനിക്കുന്നത് അതുപോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് അവരോട്, നിങ്ങൾക്ക് ഒരു ഗെയിം തന്നു, അത് നിങ്ങൾ മര്യാദക്ക് കളിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒരു എവിക്ഷൻ നടത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. എന്നിട്ട് എവിക്റ്റ് ആയത് നമ്മുടെ മുൻഷി രഞ്ജിത്തേട്ടനാണ്. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ റിവ്യൂ പറയുമ്പോൾ, പുള്ളിക്കാരനാണ് ഏറ്റവും ലീസ്റ്റ് വോട്ടിംഗ് ഉള്ളത്. അപ്പോൾ എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മുൻഷി രഞ്ജിത്തേട്ടനാണ് ഔട്ടായി പോയതും. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വലിച്ചു നീട്ടലോ അല്ലെങ്കിൽ ആരാണ് എന്താണ് എന്നുള്ള മുൾമുനയിൽ നിർത്തിയിട്ടൊക്കെയാണ് എവിക്റ്റ് ചെയ്യുക എപ്പോഴും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നുമില്ല. ലാലേട്ടൻ ഡയറക്റ്റായി പറയാണ്, രഞ്ജിത്താണ് ഔട്ട് എന്ന് പറഞ്ഞതും രഞ്ജിത്ത് ആരെയും നോക്കുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി പോകാൻ നിൽക്കുക. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചു, രഞ്ജിത്ത് എല്ലാവരോടും ഒന്ന്, അപ്പോൾ പോകുമ്പോൾ തന്നെ എല്ലാവരും രഞ്ജിത്തേട്ടാ നിൽക്ക് പറഞ്ഞിട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രഞ്ജിത്ത് നിൽക്കണില്ല, രഞ്ജിത്ത് പോവാ. എന്നിട്ട് പിന്നെ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു, രഞ്ജിത്ത് എല്ലാവരോടും ഒരു യാത്ര പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴും വന്നിട്ടൊരു ഇതായ രീതിക്ക് എന്താണെന്ന് വെച്ചാൽ ആർക്കും അവിടെ കരയാനുള്ള സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ നോമിനേഷൻ ആകുമ്പോൾ എവിക്റ്റ് ആകുമ്പോൾ കരച്ചിലും വീഴ്ചയിലും ഒക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നും ഇവിടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. അത് ചിലപ്പോൾ ക്യാമറ സ്പേസ് അവർക്ക് കൊടുക്കാതെ ആയിരിക്കും എല്ലാവരും ബായൊക്കെ പറഞ്ഞിട്ട് വിടുന്നുണ്ട്. അപ്പോൾ ശരത്തിനോട് അക്ബർ പറയുന്നുണ്ട് ഉള്ളിൽ കയറിയിട്ട്, ഞാൻ പുള്ളിക്കാരനെ കുറിച്ചിട്ടാണ് കംപ്ലൈൻറ്റ് കൊടുത്തത്, പക്ഷെ ഇങ്ങനെ എവിക്റ്റ് ആവുമെന്ന് വിചാരിച്ചില്ല, അതാണ് വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രഞ്ജിത്ത് പുറത്തായി എന്ന് കരുതിയിട്ട് ഇനി ആരും പുറത്താവില്ല എന്ന് വിചാരിക്കേണ്ട, 1-2 നോമിനേറ്റ് ഇവിടെ നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അനുവിനെയും ശൈത്യനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങളിൽ ആര് പുറത്തു പോകുന്ന തോന്നുന്നത് എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ അനു പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് പ്രേക്ഷകരിൽ വിശ്വാസമുണ്ട്, എന്നാലും ഇപ്പോൾ ഇതിനുള്ളിൽ കയറിയിട്ട് എന്താണെന്ന് അറിയില്ലല്ലോ. ശൈത്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് രണ്ടാരിലും സേഫാണെന്ന് പറഞ്ഞിട്ട് ഇരുത്തലുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ശൈത്യം ഇരുന്ന് കരയുന്നുണ്ട്. നിവിൻ പറയുന്നുണ്ട്, ലോക്ക് ഇതൊരു കോമ്പറ്റീഷനാണ്, എല്ലാവർക്കും കപ്പൊന്നും കിട്ടില്ല, ആകെ ഒരാൾക്ക് കപ്പ് കിട്ടുള്ളൂ, എന്നായാലും ഔട്ടാവണം, പിന്നെ എന്തിനാണ് ഇങ്ങനെ കരയേണ്ട ആവശ്യം, അങ്ങനെ കരയുകയാണെങ്കിൽ ഞാനല്ലേ കരയേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. നിവിൻ ശൈത്യനെ സമാധാനപ്പെടുത്തുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അടുത്തത് സ്റ്റോർ റൂമിൽ പോയി ഒരു സാധനം എടുത്തിട്ട് പോകാമെന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ. അപ്പോൾ നമ്മുടെ ഷാനവാസും അനീഷും കൂടെ പോയി സാധനം എടുത്തിട്ട് വരുന്നുണ്ട്. അതിൽ ഒരു ബോക്സ് നിറച്ച് അനീഷിനുള്ള പരാതിയും ഒരു ബോക്സ് മറ്റുള്ളവരുടെ പരാതിയും. ഈ ഒരു ബോക്സ് നിറച്ച് അനീഷിനുള്ള പരാതിയിലാണ് കൂടുതലുള്ളത്, മറ്റേതിൽ കുറച്ചേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് തന്നെ ചോദിക്കുന്നത് ആദില ആൻഡ് ന്യൂറനോടാണ്. അവരെ നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് പരാതി അനീഷിനെ കുറിച്ചിട്ട് നിങ്ങൾക്കെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില ആൻഡ് ന്യൂറ പറയുന്നുണ്ട്, ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഫാമിലിയിൽ വന്ന് സംസാരിച്ചു, അത് അവർ ഞങ്ങളെ അറിയാതെ ഞങ്ങളെ ജഡ്ജ് ചെയ്ത് സംസാരിച്ചു, അതാണ് കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അത് അനീഷ് പറയുന്നുണ്ട്, ഇല്ല ഞാൻ ആ രീതിയിലല്ല ചോദിച്ചത് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ കാണാത്തവർക്ക് വേണ്ടി കാണാൻ വന്നിട്ട് ഒരു വീഡിയോ അവിടെ
ഇട്ട് കാണിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അഞ്ഞൂറ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവരെയൊക്കെ ഇഷ്ടമാണ്, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ അവർക്ക് ഞങ്ങൾ കാരണം കിട്ടിയ വിഷമം കൊണ്ട് അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണില്ല. അത് ഞങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ എത്ര നാളായി കോണ്ടാക്ട് ചെയ്തിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ട് 1 year ആയി. അതാണ് കുഴപ്പം എന്ന് പറഞ്ഞിട്ട് അവർ ജഡ്ജ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഒരു ട്രോമ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര സ്ട്രോങ് ആണ്, എത്ര എന്താണെന്ന് പറഞ്ഞാലും ആ ഒരു ട്രോമ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ പിന്നെ ആ എല്ലാം പോയി. പിന്നെ അവിടെ ഒരു സ്ട്രോങ്ങും ഇല്ല, ഒന്നുമില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓഫായി പോവും. അങ്ങനെയാണ്. അപ്പം ഈ ആദിലക്ക് ഭയങ്കരമായി ട്രിഗറായി. പിന്നെ അവിടെ ഒരു ഒച്ചയും ബഹളമൊക്കെ ആയി. അപ്പം ആദില എന്നോട് ദേഷ്യപ്പെട്ട് അവിടുന്ന് ഷട്ടപ്പ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോകുന്നുണ്ട്. അപ്പം നിവിൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടോ അനീഷ്? അങ്ങനെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അഭിപ്രായം പറയാം. അവരെന്താ അനുഭവിച്ചതെന്ന് അവർക്കല്ലേ അറിയുള്ളൂ. പിന്നെ നിങ്ങൾ എന്തിനാണ് അതിൽ സംസാരിക്കാൻ പോയത്? ഒരാളുടെ പേഴ്സണൽ ഇഷ്യൂവിലേക്ക് ഗെയിമായിട്ട് എടുത്തിട്ട് വരരുത് എന്നൊക്കെ പറയുന്നുണ്ട് നിവിൻ. അപ്പോൾ തന്നെ അനീഷ് ക്യാമറേൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ട് ഇവരുടെ ഫാമിലിയായിട്ട് സംസാരിച്ച് ഒരു കോംപ്രമൈസിലാക്കണം, അങ്ങനെ ഇവർ ഒരുമിച്ചാൽ നല്ലൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് നന്മ മരം പോലെയൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് അനീഷ്. അത് വേണ്ടാത്ത കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുമ്പോൾ അനീഷ് പറയാണ് ഞാൻ അതേ ചോദിച്ചുള്ളൂ, പിന്നെ എന്തിനാണ് എന്നെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദില പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട് ആദില വലിയൊരു നാടകമാണ്, അതിനുള്ള ഇതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല, നാടകം കളിച്ചിട്ട് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട് അതൊരു ഫാമിലി ഇഷ്യൂ ആണ്, ആ ഫാമിലി ഇഷ്യൂയിലേക്ക് ഇയാൾക്ക് കടന്നു കയറേണ്ട ആവശ്യമില്ല, അത് ഞങ്ങളുടെ പേഴ്സണൽ സ്പേസാണ്, അവിടെ ഒരാൾക്കും ഞങ്ങളുടെ അനുവാദമില്ലാതെ കയറേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ചോദിച്ചത് അബീനോടാണ്. എന്താണ് അനീഷിൻ്റെ മേലുള്ള കംപ്ലൈൻറ്റ് എന്ന് ചോദിച്ചപ്പോൾ ആൾ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുകയാണ്, ഒരാളോടും സംസാരിക്കില്ല, അഥവാ നമ്മൾ സംസാരിക്കാൻ പോയാൽ തന്നെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ഫേക്കാണ്, എന്താ പറയുക, ഒരു നികൃഷ്ട ജീവിയെ പോലെയാണ് ഞങ്ങളെയൊക്കെ കാണുന്നത്. അബി പറയുന്നത് അടുപ്പിക്കുന്നില്ല, ഞങ്ങൾ അയാളുടെ നാട്ടിൽ പോകരുത്, അയാളുടെ വീട്ടിൽ പോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും ഫേക്കാണ്, ഇവിടെ എല്ലാവരും അങ്ങനെ അഭിനയിച്ച് നിൽക്കുകയാണ്, അങ്ങനെയുള്ളവരെ എൻ്റെ ഒരു കൈയകലത്ത് നിർത്താനാണ് എനിക്ക് താല്പര്യമുള്ളൂ, എൻ്റെ വീട്ടിലേക്കോ നാട്ടിലേക്കോ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ വേണ്ട, അയാൾക്കത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പോവണ്ട, അത്രയല്ലേ ഉള്ളൂ എന്ന് എന്താ പറയുക ലാലേട്ടൻ പറയുന്നുണ്ട്. അതിലാനൂറയുടെ ആ ഒരു ഇഷ്യൂ ഒഴിച്ച് ബാക്കി അനീഷാണ് അവിടെ എല്ലാ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ എല്ലാ പരാതിക്കും ആ ഒരു ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് ഫുള്ള് സ്കോർ ചെയ്തിരിക്കുന്നത് അനീഷാണ്. അതൊരു ലാലേട്ടൻ്റെയും ബിഗ് ബോസിൻ്റെയും ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവരൊക്കെ കംപ്ലൈൻറ്റ് പറയുമ്പോൾ അനീഷിന് കുറച്ച് സപ്പോർട്ടീവായിട്ട് നിന്നാൽ വീണ്ടും ഇവർ ട്രിഗറാവും. കാരണം ഇവർ ഇത്രയും 19 പേരാവും ഒരാളെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടും ഇങ്ങനത്തെ മറുപടിയാണ് അയാൾ ലാലേട്ടൻ്റെ മുന്നിലും കൊടുക്കുന്നത്, ലാലേട്ടനും അതിനനുസരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും വീണ്ടും അനീഷിനോട് എല്ലാവർക്കും ദേഷ്യമാവും. അങ്ങനെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്കവിടെ തോന്നിയത്. അടുത്തത് അപ്പാനി ശരത്തിനെ വിളിക്കുന്നുണ്ട്. അപ്പാനി ശരത്തിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് അനീഷിനോട് പരാതി പറയുമ്പോൾ ഈ 19 പേരും ഒരുമിച്ചിരിക്കുമ്പോൾ ഇയാളോടൊന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇയാളോട് വേറെ എന്തെങ്കിലും കാര്യം ചോദിക്കാൻ പോയാലോ ഇയാൾ ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നത്. എല്ലാവരും സന്തോഷത്തോടെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് എല്ലാവരും സന്തോഷത്തോടെ കളിച്ചും ചിരിക്കാനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല അങ്ങനെയല്ല ലാലേട്ട. അപ്പം പനി പറയുന്നുണ്ട് അങ്ങനെയല്ല ലാലേട്ട, ഇപ്പം നമ്മൾ നല്ല രീതിയിൽ അയാളോട് പോയിട്ട് ചോദിക്കുകയാണ് എന്താണ് ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ തന്നെ അയാളുടെ മറുപടി എന്താണെന്ന് വെച്ചാൽ അതാരാടാ നീ ചോദിക്കാൻ, ഞാൻ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാൻ നീ ആരാടാ എന്നുള്ള രീതിയിലാണ് മറുപടി എന്ന് അപ്പാനി പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ചോദിക്കണ്ട, അങ്ങനെയുള്ളവരോട് നിങ്ങൾ ചോദിക്കണ്ട, അവരെ നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണ ഒരാളുടെ അടുത്ത് പോയിട്ട് ഫുഡ് കഴിച്ചോ ചോദിച്ചാൽ ദേഷ്യം വരില്ലേ? അപ്പോൾ അയാളുടെ ഗെയിം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടാണ് കളിക്കുന്നത്. അല്ലാതെ
അയാൾ നിങ്ങൾക്കനുസരിച്ച് കളിക്കണം എന്ന് വെച്ചാൽ അത് നടക്കണ കാര്യമല്ലല്ലോ. അയാളുടെ ഗെയിം അതാണ്, പ്രൊവോക്കിംഗ് ആണ് അയാളുടെ ഗെയിം. അതിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കളിക്കാതെ വെറുതെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. പിന്നെ ചോദിച്ചത് ബിന്നിനോട് ചോദിച്ചപ്പോൾ ബിന്നി പറഞ്ഞത് അയാൾ കുറേ കാർഡ് ഇറക്കുകയാണ്, ഒറ്റപ്പെടൽ അത് ഇത് എന്നൊക്കെയാണ് പറയുന്നുണ്ട്. പിന്നെ ശാരിക ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് ഭയങ്കര മോശമായിരുന്നു. ഒരാൾ പറയണത് കേൾക്കാനോ അല്ലെങ്കിൽ ഒരാൾ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അത് തീർക്കാനോ ഒന്നും നിന്നിട്ടില്ല. ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അയാൾ ഒരു പരാജയമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണ്. ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഒരു പരാജയം തന്നെയായിരുന്നു. കാരണം ആരുടെയും ഒരു ഇഷ്യൂവും കേൾക്കുന്നില്ല, കേട്ടാൽ തന്നെ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുന്നില്ല അനീഷ്, അത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ശരിയായ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ശൈത്യനോട് ചോദിച്ചപ്പോൾ ശൈത്യൻ്റെ കംപ്ലൈൻറ്റ് ഇട്ടിട്ടാണ് എനിക്ക് ശരിക്കും ചിരി വന്നത്. ശൈത്യക്ക് ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ അനുവിനെ മേലെന്ന് താഴെ ഇറങ്ങി വാ പറഞ്ഞു, അപ്പാനി ശരത്തിൻ്റെ ആക്ടിങ് മോശമാണെന്ന് പറഞ്ഞു. അതൊക്കെയാണ് ശൈത്യൻ്റെ കംപ്ലൈൻറ്റ്. ശൈത്യൻ്റെ കാര്യമല്ല എഴുതേണ്ടത്, അതല്ല എഴുതിയിരിക്കുന്നത്. ഇത് അപ്പാനി ശരത്തിന് അനുവിനെ ഒക്കെയാണ് പറഞ്ഞത്. അപ്പം അനുവിനെ പറഞ്ഞ ജയിലിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് മേലെന്ന് താഴെ ഇറങ്ങി വാ, അതൊരു ഇന്നർ കേസ്, മറ്റേ ജിസേലിൻ്റെ ഇന്നർ ഒക്കെ കാണിച്ചു എന്നുള്ള കേസിൽ അതിന് നീ ആദ്യം താഴെ ഇറങ്ങി വാ, എന്നിട്ട് ഇതിൻ്റെ ഇത് പറയും, അതാരാണെന്ന് അനീഷിനെ അറിയണം. അതൊട്ട് അനു പറയണമില്ല. അതുവരെ അനുവിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശൈത്യ പറയുന്നുണ്ട്, അപ്പോൾ അപ്പാനി ശരത്തിൻ്റെ ആക്ടിങ് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പാനി ശരത്തിൻ്റെ ആക്ടിങ് ശരിയല്ല എന്ന് പറഞ്ഞു, എപ്പോഴാണത്? അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇല്ല ലാലേട്ടാ, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഇത് വെറുതെ പറയുമ്പോൾ ശൈത്യ അവിടെ തർക്കിക്കുന്നുണ്ട്. ഇല്ല, അനീഷ് പറഞ്ഞു, ഇവിടെ ഒരു ഡ്രാമ കളിക്കുമ്പോൾ ഒരു പ്രാങ്ക് ചെയ്യുമ്പോൾ അപ്പാനി ശരത്ത് ആക്ട് ചെയ്യുമ്പോൾ ഇതാണോ നിൻ്റെയൊക്കെ ആക്ടിങ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പാനി ശരത്തിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അപ്പാനി ശരത്ത് ഇല്ല ലാലേട്ടാ, എനിക്കറിയില്ല ലാലേട്ടാ, എല്ലാവരോടും അയാൾ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതല്ല ഇപ്പം ഞാൻ ചോദിച്ചത്, താങ്കളുടെ അഭിനയം ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു അനീഷ്, അതെനിക്ക് അറിയില്ല ലാലേട്ടൻ, ഞാൻ കേട്ടിട്ടില്ല ലാലേട്ടൻ. അപ്പം പരാതി പറയേണ്ട ആൾക്ക് പരാതിയില്ല, അതെടുത്തിട്ടാണോ ശൈത്യ വന്നേക്കുന്നത് എന്ന് ചോദിച്ചാൽ ശൈത്യ ആകെ ചമ്മി നാറിപ്പോയി. ശരിക്കും പറഞ്ഞാൽ അവിടെ ഇല്ലാണ്ടായിപ്പോയി ശൈത്യ. അങ്ങനെ അടുത്തത് അപ്പം ഈ എന്താ പറയുക, അനുവിൻ്റെ വിഷയം ചോദിച്ച്, അപ്പം ഈ ഇന്നറിൻ്റെ വിഷയം ചോദിച്ചപ്പോൾ അനീഷിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ കൊച്ചിനോട് ഒരു അരമണിക്കൂറോളം ഇരുന്ന് സംസാരിച്ച് ഇതാരാണ് ചെയ്തതെന്ന്. അപ്പോൾ അവൾ മറുപടി പറയണില്ല ലാലേട്ടാ, ഇതാരാണെന്ന് പറയണ്ടേ, അവൾക്കൊരു നിലപാട് വേണ്ടേ. അപ്പം അത് അവൾ ചെയ്യണില്ല. ഇതിൻ്റെ പേരിൽ ജിസേലും അനുവായിട്ട് നല്ലൊരു കോൾഡ് വാർ തന്നെയാണ് നടന്നത്. ഇതൊന്ന് തീർത്തു തരാൻ ജിസേലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം തന്നെ ജിസേൽ അവിടെ മുഖം പൊത്തിയിട്ട് ഇരുന്നിട്ട് ചിരിക്കുന്നുണ്ട്. ജിസേലിനോട് ചോദിച്ചിട്ട് ജിസേലിന് ആകെ എന്തോ പോലെ ഈ ഇന്നറിൻ്റെ ഇഷ്യൂ ഒക്കെ പറഞ്ഞപ്പം. അപ്പം ജിസേൽ എന്നോട് വിളിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു, ആണോ ജിസേൽ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, ആസ് എ ക്യാപ്റ്റനായിട്ട് ഞാനായിട്ട് അയാളോട് കംപ്ലൈൻറ്റ് പോയി പറഞ്ഞിട്ടില്ല. ആസ് എ ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷാണ് എന്നോട് വന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂവിനെ കുറിച്ച് ചോദിച്ചത്. എനിക്കൊരു ഇഷ്യൂ അല്ല, പക്ഷേ അനീഷ് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പോലെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അനീഷാണ് പറഞ്ഞത്, ലാലേട്ടാ ഇത് കോംപ്രമൈസ് ആക്കാം അല്ലെങ്കിൽ ഇത് അന്വേഷിക്കാം എന്ന് പറഞ്ഞു പോയത്. അല്ലാതെ ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞിട്ടില്ല. കാരണം അനീഷ് വിചാരിക്കുമ്പോഴേ നമുക്ക് അനീഷിനോട് സംസാരിക്കാൻ പറ്റുള്ളൂ ലാലേട്ടാ, അല്ലാതെ നമ്മൾ പോയി അനീഷിനോട് സംസാരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ ജിസേൽ പറഞ്ഞു. അടുത്തത് നോമിനേഷൻ്റെ ആര്യനെയും സരികനെയും വിളിച്ച് എന്തായാലും നോമിനേറ്റ് ആവുമോ എന്താണെന്ന് ചോദിച്ചാൽ സേഫാണെന്ന് പറഞ്ഞിട്ട് ഇരുത്തി, അത്രയേ ഉള്ളൂ. പിന്നെ അനുമോള് പറഞ്ഞ് പിന്നെ കാണിക്കുന്നത് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പോയി. അപ്പം ഇവർ ഹൗസ് മേറ്റ്സ് കണ്ടിട്ട് ഈ അനീഷ് ചോദിക്കുകയാണ്, അനുമോൾ നിന്നെ അങ്ങനെ തന്നെ ഞാൻ ഇനിയും പറയുള്ളൂ, മേലെന്ന് താഴെ ഇറങ്ങി വാ, ഞാൻ എത്ര നാളായി അതൊരു കാര്യം ചോദിക്കുന്നത്, നീ ഇനിയും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുമോൾ പറയണ് അതാരാ ചെയ്തത് എന്നും അതെന്താണെന്നും ഈ ക്യാമറക്കും ബിഗ് ബോസിനും ഈ നാട്ടുകാർക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് എനിക്കിത് അനീഷേട്ടനോട് പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അനീഷേട്ടനോട് ഞാനിട്ട് പറയില്ല. അത് ചെയ്തത് ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ബിഗ് ബോസിനും അറിയാം. അവരറിഞ്ഞാൽ മതി, അനീഷേട്ടനെ അറിയണമെന്ന് നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അനീഷ് അറിയണം അതെനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേനും അപ്പുറത്തുനിന്ന് അബി എന്താടാ നിനക്ക് എന്നുള്ള രീതിയിൽ വന്നു. ശരിക്കും അങ്ങനെ ഒരു സീൻ്റെ അവിടെ ആവശ്യമില്ല, അവരെന്തോ പറഞ്ഞിട്ട് പോട്ടെ. പക്ഷെ അബി ട്രിഗറാവാണ് ഇവൻ്റെ ഈ സംസാരം കേൾക്കുമ്പോഴത്തേക്കും. ഇപ്പം നമുക്കും ഇഷ്ടമില്ലെങ്കിൽ നമുക്കത് ഓഫാക്കിയിട്ട് പോകും, അവർക്ക് ഇതിരുന്ന് കണ്ടല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടായിരുന്നു അബി അങ്ങനെ റിയാക്ട് ചെയ്തതായിരിക്കും. അപ്പം അങ്ങനെ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആയിട്ട് നീ അങ്ങനെ പറയണ്ട, ഒരുപാട് ഡയലോഗ് അടിക്കണ്ട എന്നൊക്കെ പറയേണ്ട അബി. അപ്പോൾ പറയേണ്ട ഡയലോഗ് അടിക്കും, നീ എന്ത് ചെയ്യും അനീഷ് പറഞ്ഞത് റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പം ഇങ്ങനെ എല്ലാവരും പിടിച്ച് മാറ്റാൻ പോകുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനം കഴിഞ്ഞ് എല്ലാവരും കൂടെ പിടിച്ച് മാറ്റി അവിടെ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് ലാലേട്ടൻ വന്നിട്ട് ചോദിക്കുന്നത്, എന്താ നിങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാൻ വേണമെങ്കിൽ തുടങ്ങാം, അല്ലെങ്കിൽ ഞാൻ പോവാം, നിങ്ങളിരുന്ന് സംസാരിച്ചോ എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ഇല്ല ലാലേട്ട കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നത് ഓനിയൽ സാബുവിനെയാണ്. അപ്പോൾ ഓനിയൽ സാബുവിനെ വിളിച്ച് ചോദിക്കേണ്ടത് നമ്മുടെ ബിന്നിനെ പറഞ്ഞ കാര്യമൊക്കെ. എന്തായാലും ഇന്ന് ഈ ഒളിഞ്ഞും മറഞ്ഞും അവർ കേൾക്കാതെയൊക്കെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ലാലേട്ടൻ വന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരെയും അവിടെ മുഖംമൂടിയൊക്കെ അഴിച്ച് മാറ്റി കളയണുണ്ട് ലാലേട്ടൻ. അതുതന്നെ ലാലേട്ടൻ ഭയങ്കര നല്ലൊരു കാര്യമായിരുന്നു. കാരണം ആരെയും സേഫ് ഗെയിം കളിക്കാൻ അവിടെ അനുവദിക്കുന്നില്ല ലാലേട്ടൻ. എല്ലാവരുടെയും റിയൽ ഫേസ് അവിടെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ ബിന്നിനെ വിഷയം എന്ന് പറഞ്ഞത് ചോദിച്ചപ്പം അത് ഭയങ്കര ഹിപ്പോക്രസി ആയിട്ടാണ് ബിന്നി കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരാൾ വെജിറ്റേറിയനാണ്, ഒരാളല്ല, ശൈത്യയും നമ്മുടെ ജിസയിലും വെജിറ്റേറിയനാണ്. അവർക്ക് വെജിറ്റേറിയൻ വേണം, എല്ലാവർക്കും നോൺ വെജ് വെക്കുമ്പോൾ അവർക്ക് വെജിറ്റേറിയൻ വേണമെന്ന് പറയുമ്പോൾ സമ്മതിക്കണില്ല. ഒരു ഉരുളക്കിഴങ്ങ് പോലും കൊടുക്കാൻ സമ്മതിക്കണില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം ബിന്നിനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യം അറിഞ്ഞിട്ടില്ല, പിന്നെ വെജിറ്റേറിയൻ കഴിക്കണവർക്ക് കൊടുക്കണില്ല എന്ന് പറഞ്ഞത് എല്ലാവർക്കും കൊടുക്കാം, എല്ലാവർക്കും ഒരുപോലെ ഇതാക്കിയിട്ട് കൊടുക്കാം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അവർക്ക് വെജിറ്റേറിയൻ കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അക്ബർ സാധനങ്ങൾ എടുത്തിട്ട് വന്നപ്പോൾ, പണിപ്പുരയിൽ പോയി സാധനങ്ങൾ എടുത്തിട്ട് വന്നപ്പം അതിൽ വെജ് ബർഗർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആരൊക്കെയാണ് വെജ് എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുമ്പോഴേക്കും എല്ലാവരും കൂടെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നു. അങ്ങനെയാണ് നടന്നത്, അല്ലാണ്ട് ഞാൻ ആരോടും ഹിപ്പോക്രസിയായി നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ബിന്നി പറഞ്ഞു. അടുത്തത് അനുമോളെ വിളിച്ചു ലാലേട്ടൻ. എന്നിട്ട് ചോദിച്ചു, എന്താണ് അനുമോളെ, അക്ബറുമായിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അനുമോളും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഇല്ല ലാലേട്ട, ഒരു പ്രശ്നവുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അല്ല, നിനക്ക് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ ലാലേട്ട, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഞാൻ നോണ പറഞ്ഞതാണല്ലോ ഇത്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു വീഡിയോ കാണാം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയും അവിടെ ഇട്ട് കാണിക്കുന്നുണ്ട്. അനു പറയുന്നത് അക്ബർ ഖാൻ്റെ നോട്ടം ശരിയല്ല എന്നുള്ള വീഡിയോ ഇട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ അക്ബർ, എൻ്റെ നോട്ടം ശരിയല്ലാന്നോ, എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ എന്നുള്ള രീതിയിലായി. എന്നിട്ട് പിന്നെ അനുമോളോട് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു, അങ്ങനെ മറ്റേ നോട്ടമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതായത് വായി നോക്കണ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഷാനവാസുക്കായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായതിന് ശേഷം അക്ബർക്കാക്ക് എന്നോട് ദേഷ്യമാണ്, അപ്പോൾ ആ ദേഷ്യത്തോടുള്ള നോട്ടം അത് ശരിയല്ല, അത് പേടിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ രീതിയിലല്ല ലാലേട്ടാ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അക്ബർ സമാധാനമായി, അക്ബർ പേടിച്ചു പോയി. അപ്പോൾ അടുത്തത് ജിസേലിനെ വിളിക്കുന്നുണ്ട് ലാലേട്ടൻ. ജിസേലിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ജിസേൽ നിൻ്റെ കംപ്ലയിൻറ്റ്, നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജിസേൽ പറയുന്നുണ്ട്, അത് പിന്നെ ലാലേട്ട ടാസ്കിൽ ഞാൻ ഈ ഷാനവാസിക്ക മെഡിസിൻ കഴിക്കണത് കൊണ്ട് ഉറങ്ങുമ്പോൾ നല്ല രീതിയിൽ ഞാൻ നോക്കിയിരുന്നു, ഉറങ്ങാതെ നല്ല രീതിയിൽ ഞാൻ നോക്കി, പക്ഷേ ടാസ്ക് കഴിഞ്ഞപ്പോൾ ഈ ഷാനവാസിക്ക പറയാണ് ഞാൻ ഡ്രാമ കളിച്ചതാണോ ഉറങ്ങിയതുപോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയില്ല ലാലേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അതിനൊരു ക്ലാരിഫൈ കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ലാലേട്ടാ, ഇതൊരു ഗെയിമാണല്ലോ, അപ്പോൾ ആര് എങ്ങനെ എപ്പോൾ എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ആരെയും വിശ്വാസമില്ല, അതുകൊണ്ട് ഞാൻ ഉറങ്ങിയ പോലെയൊക്കെ ഡ്രാമ കളിച്ചതാണ്. പിന്നെ അക്ബറും അപ്പാനി ശരത്തൊക്കെ ഇവർ 3 പേരെയും കൊണ്ടുപോയി ബ്രെയിൻ വാഷ് ചെയ്യുന്ന കാര്യമൊക്കെ ഇവരെന്നെ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക, ഇവർ അതിൽ വീടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പറയാം. അപ്പോൾ ജിസേലിനോട് വീണ്ടും ലാലേട്ടൻ, അങ്ങനെയാണ്
എന്നാലും ലാലേട്ട എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി എന്ന് പറയുന്നുണ്ട്. അടുത്തതായി ലാലേട്ടൻ ചോദിച്ചത് ക്യാപ്റ്റൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും ചോദിച്ചു. അപ്പോൾ തന്നെ അനീഷ്, ഞാനായിരുന്നു ലാലേട്ട, ഭയങ്കര നല്ല ക്യാപ്റ്റനായിരുന്നു ഞാനാണ് ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. എന്നിട്ട് ഷാനവാസിനോട് ചോദിച്ചപ്പോൾ ഷാനവാസ് പറഞ്ഞു, ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് നോമിനേറ്റ് ആയ ക്യാപ്റ്റനാണ്, അതും ഗെയിം കളിച്ച് ജയിച്ച ക്യാപ്റ്റനും കൂടെയാണ്, അതൊരു പ്രത്യേകതയും കൂടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു, ഓ ശരിയാണ് ലാലേട്ടാ, ഞാൻ എന്തായാലും കഴിഞ്ഞ ക്യാപ്റ്റനെ പോലെ അല്ലായിരിക്കും, നല്ലൊരു ക്യാപ്റ്റൻ തന്നെ ആയിരിക്കുന്നു ഷാനവാസ് പറയുന്നുണ്ട്. അടുത്തതായിട്ട് ജയിലിൽ പോയ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ജയിലിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അനുമോളെ ശരത്തേന്ന്? നന്നായിരുന്നു ലാലേട്ട, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സുഖമായിരുന്നു ജയിലിലൊക്കെ. അപ്പോൾ ലാലേട്ടൻ ചോദിക്കട്ടെ, സുഖിക്കാനാണോ അപ്പോൾ ജയിലിലേക്ക് പോയത്? അല്ല ലാലേട്ട, അങ്ങനെയല്ല, ഇവിടെ വന്നിട്ട് നല്ല ഭക്ഷണമൊക്കെ ജയിലിൽ പോയപ്പോൾ കിട്ടി, അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ്. അപ്പോൾ ലാലേട്ടൻ, അപ്പം ജയിലിൽ ലിബാമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നല്ലോ ആരൊക്കെയോ എന്നൊക്കെ പറയണ്ട. അപ്പോൾ നമ്മളെ നിവീൻ എണീച്ച്, ലാലേട്ട അതെനിക്ക് അനുമോളെ കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ പ്രൊഫഷണലിസം ഓർമ്മയിൽ വന്നു, അതുകൊണ്ട് ലിപ് ബാം ഇട്ട് കൊടുത്തതാ ലാലേട്ട എന്ന് പറയണ്ട. അപ്പോൾ ലാലേട്ടൻ പറയണ്ട, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ആ ലിപ് ബാം ഇട്ട് വെച്ചോ എന്ന് പറയണ്ട. ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ലിപ് ബാം അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, ജയിലിൽ നടന്ന കാര്യമൊക്കെ ശരിയാണോ, അനീഷിനെ പൂട്ടിയിട്ടതൊക്കെ ശരിയാണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് എണീസ് എന്ന് പറയുന്നുണ്ട്, അത് ലാലേട്ട ഇവർ വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഇപ്രാവശ്യം ജയിലിൽ വാഷ്റൂമില്ലല്ലോ, അപ്പോൾ വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങും, എന്നിട്ട് വാഷ്റൂമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒളിഞ്ഞു കളിയും മറ്റുള്ള കാര്യങ്ങളും ജയിലിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറയാം. അനീഷ് അടുത്ത് പറയുന്നുണ്ട്, ലാലേട്ട ഞങ്ങളെയാണല്ലോ ഇയാളെ എപ്പോഴും ട്രിഗർ ചെയ്യുന്നതും പ്രൊവോക്ക് ചെയ്യുന്നതും, അപ്പോൾ തിരിച്ചൊന്ന് ചെയ്തു നോക്കിയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കേണ്ടത്, എവിടെ ജയിലിൽ കടന്നിട്ടാണ് ഇതൊക്കെ ചെയ്ത് നോക്കേണ്ടത്, എന്താവശ്യമാണ് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ട്. അടുത്തതായി ചോദിച്ചത് അനുവിനോടാണ്, ഡോക്ടറിനെ പറഞ്ഞ വിഷയം. അപ്പോൾ അനുവിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ആ വിഷയം, എന്താണ് ഡോക്ടറിനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അനു എണീച്ച് നിന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട്, ഇല്ല ഞാനൊന്നും ഡോക്ടറിനെ പറഞ്ഞില്ല. അപ്പോൾ അനു മറ്റുള്ളവർ ചോദിക്കുന്നു, ഡോക്ടറിനെ പറഞ്ഞു, അതെന്താ എന്നാൽ? അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ഈ ഷാനവാസിനായിട്ടുള്ള ഇഷ്യൂ ഡോക്ടറിനെ പറഞ്ഞ ഇഷ്യൂ അത് ലാലേട്ടൻ ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ശരത്തേട്ടന് ഷോൾഡർ വേദന എന്ന് പറഞ്ഞപ്പോൾ ആവി പിടിക്കാൻ പറഞ്ഞാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടറിനെ കാണണം എന്ന് നിർബന്ധം പറഞ്ഞപ്പോൾ ഡോക്ടർമാരെന്തെങ്കിലും എഴുതി തരണ്ടേ എന്നുള്ള രീതിയിൽ അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ കാശിന് വേണ്ടിയാണ് ഡോക്ടർമാർ ഇരിക്കുന്നത് എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നുണ്ട്, ഷാനവാസ് അക്ബറൊക്കെ വാഷ്റൂം കഴിക്കുമ്പോൾ അവരിനെ അവിടെ നിന്ന് പോയി വിളിച്ചുകൊണ്ട് വന്നതാണ് എന്നൊക്കെ അക്ബർ പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട്, അതൊരു തമാശ രീതിയിൽ ചെയ്തതാണ്, പക്ഷെ അത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആവുമെന്ന് വിചാരിച്ചില്ല, അത് ഇഷ്യൂ ആക്കിയതാണ് ഇവരെല്ലാവരും കൂടി, ഒരു ഗ്രൂപ്പാണ് അത് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് പറഞ്ഞു. അടുത്തായിട്ട് നോമിനേഷൻ ജിസേലിനെയും നിവീനെയും വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ നോമിനേറ്റ് ആവുമോ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ് മറുപടി പറയുന്നത്. ഒരാഴ്ച കൊണ്ട് ഞങ്ങളുടെ ഗെയിമൊന്നും ആർക്കും അറിയില്ലല്ലോ, അപ്പം അടുത്ത ആഴ്ചയും കൂടെ ഞങ്ങളുടെ ഗെയിം കണ്ടിട്ട് ഞങ്ങളെ പുറത്താക്കിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് മറുപടി പറഞ്ഞ് അവനെ സേഫാക്കി. അതിനുശേഷം രഞ്ജിത്തിനെ സ്റ്റേജിലേക്ക് വിളിച്ച് സംസാരിച്ചു, എന്തുപറ്റി എങ്ങനെ എന്തൊക്കെ ചോദിച്ചു, പിന്നെ വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു. എന്നിട്ട് രഞ്ജിത്തിൻ്റെ കംപ്ലൈൻറ്റ് ലെറ്റർ വായിച്ചു. കംപ്ലൈൻറ്റ് ലെറ്റർ തുറന്നപ്പോൾ ഉണ്ടായിരുന്നത്, ഞാൻ രഞ്ജിത്താണ്, എനിക്ക് മോഹൻലാലിനോട് പറയാൻ മാത്രമായിട്ട് കംപ്ലൈൻ്റ് ഒന്നും ഈ വീട്ടിൽ നിന്നില്ല എന്നായിരുന്നു. ഭയങ്കര നല്ലൊരു കാര്യമായിരുന്നു അത്. പുള്ളിക്കാരനെ ആരുടെ പേരിലും ആരോടും ഒരു കംപ്ലൈൻ്റ് ഇല്ല, ഒരു മനോഹരമായ ഒരു കംപ്ലൈൻറ്റ് ലെറ്റർ തന്നെയായിരുന്നു അത്. പിന്നെ എന്നിട്ട് നമ്മുടെ ഹൗസ് മേറ്റ്സിനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് ലാലേട്ടൻ രഞ്ജിത്തിനെ പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് ഹൗസ് മേറ്റ്സിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ ധരിച്ച ഡ്രസ്സെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് വേറൊരു ഡ്രസ്സ് തരും, അത് ഇട്ടാൽ മതി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആദില നൂറയും നമ്മുടെ അനീഷും തമ്മിൽ സംസാരിക്കുകയും കോംപ്രമൈസ് ചെയ്യുകയും കാര്യങ്ങളാണ് പിന്നീട് കാണിച്ചത്. അത് അവിടെയാണ് എപ്പിസോഡ് നിന്നത്. പിന്നെ ഒരു പ്രേമം വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിരുന്നു. താൽക്കാലികമായി ബിഗ് ബോസ് നിർത്തി വെച്ചിരിക്കുന്നു, ഇനി നിങ്ങളുമായിട്ട് ഞാനൊരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. അവിടെ നടന്നത് റാങ്കിങ് ടാസ്ക്കാണ്. സാധാരണ റാങ്കിങ് ടാസ്കൊക്കെ ഒരു മിഡിൽ ആ ഒരു സമയമാകുമ്പോഴാണ് നടക്കുക. ഇത് ഫസ്റ്റ് തന്നെ നടക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, എൻ്റെ കസേര ഞാൻ ആർക്കും എണീച്ച് കൊടുക്കില്ല, ഞാൻ തന്നെയാണ് ഫസ്റ്റിന് അർഹൻ എന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടെ അനീഷിനെ ഇങ്ങനെ എല്ലാവരും കൂടെ വഴക്കായപ്പോൾ ഉണ്ടായ പ്രശ്നമാണെന്ന് തോന്നുന്നു. അതെന്താണെന്ന് നമുക്ക് ലൈവിലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈവിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ തന്നെ എത്തും.
അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.